വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 8ാം ക്ലാസ് ഇംഗ്ലീഷ് ആദ്യ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു സപ്ലിമെന്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയിലേക്ക് നോക്കുക, അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറെ നന്നായി മനസ്സിലാകും എന്നർത്ഥം വരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഏറെ പ്രസിദ്ധമായ ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ എന്ന കോട്ട് ഉദ്ധരിച്ചുകൊണ്ടും 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടും 8ാം ക്ലാസ്സിലെ ആദ്യ ഇംഗ്ലീഷ് ക്ലാസ്സിന് തുടക്കമായി. ഈ ആദ്യ ക്ലാസ്സിൽ തന്നെ മനോഹരമായ ഒരു കോൺവെർസേഷനിലൂടെ ഇംഗ്ലീഷ് പാർട്സ് ഓഫ് സ്പീച്ചിലെ ആഡ്ജക്റ്റീവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് ആ കോൺവെർസേഷൻ ഒരിക്കൽ കൂടെ വായിച്ചു നോക്കാം. ഹൗ ഫാർ ഇസ് ദ റിവർ? Oh, it is on the other side of the Blue Mountain. So what? That is going to be an adventurous trip. My best friend tried his leg one day, but had to give up his big dream. Oh, the Blue Mountain and the clear water. I would like to go there and enjoy the beautiful sights. No, that's a bad idea. There is a thick forest on the way to the river. But why? He came across wild animals on the desert paths to the river. How sad. I have a brave friend who would love to accompany me to the river. Are you talking about the tall boy who came home yesterday? Oh yes. Didn't you see his well-built body and strong arms? I noticed his grey eyes and curly hair more than his strong arms. He has a tanned skin and rough palms. That shows his hard work. Well, will he be able to guide you through the dangerous paths? Of course. He's a smart and intelligent boy. I'm sure he will come up with a great idea. I'm impressed, but it is not going to be an easy task. The difficult task will soon be exciting when we touch the cool waters of the river. Well then, wish you both a pleasant and safe trip up the mountain. ഈ കോൺവെർസേഷനിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പദങ്ങളെല്ലാം തന്നെ ആഡ്ജക്റ്റീവ്സ് ആണ്. ഒരു അഡ്ജക്റ്റീവ് എന്നുള്ള പദം ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമായിരിക്കും. എന്താണ് നൗൺ, എന്താണ് ആഡ്ജക്റ്റീവ് എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കാം. നൗൺസ്, ദാറ്റ് ഇസ് നെയിമിംഗ് വേർഡ്സ്, പേരായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ, ഇതാണ് നൗൺസ് എന്ന് അറിയപ്പെടുന്നത്. എ നൗൺ ഇസ് എ വേർഡ് ദാറ്റ് നെയിംസ് സംതിങ് സച്ച് ആസ് എ പേഴ്സൺ, പ്ലേസ്, ഐഡിയ എറ്റ്സെട്ര. ഏതെങ്കിലും വസ്തുവിനെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ സ്ഥലത്തെയോ ആശയത്തെയോ ഒക്കെ നാം പേരുകൊണ്ട് പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെ നൗൺസ് അഥവാ നാമങ്ങൾ എന്ന് പറയാം. ഉദാഹരണത്തിന് റസ്കിൻ ബോണ്ട് ഒരാളുടെ പേരാണ്. ഇംഗ്ലണ്ട് ഒരു രാജ്യത്തിൻ്റെ പേരാണ്. ഫ്ലവർ ഒരു വസ്തുവിൻ്റെ പേര്. ബോയ്, അതുപോലെ തന്നെ കറേജ്, ഫിയർ, ഇതൊക്കെ നൗൺസാണ്. കറേജ്, ഫിയർ, ഈ രണ്ട് നൗൺസും നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത ഒരു ക്വാളിറ്റിയുടെ പേരാണ്. ഇത്തരം നൗണുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ആഡ്ജക്റ്റീവ്. ആൻ ആഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് നൗൺസ്. നൗണുകളെ വിശദീകരിക്കുന്ന, വിശേഷിപ്പിക്കുന്ന പദങ്ങൾ. ഉദാഹരണത്തിന് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഫ്ലവർ എന്ന ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് ബ്യൂട്ടിഫുൾ എന്നുള്ള പദം ഉപയോഗിക്കാം. എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഒരു വിശേഷണ പദവും അഥവാ ആഡ്ജക്റ്റീവ്, ഫ്ലവർ എന്നുള്ളത് നൗണും. അതുപോലെ തന്നെ സ്മാൾ. എ സ്മോൾ ബോയ് എന്ന് പറയുമ്പോൾ ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണ പദം, ഒരു ആഡ്ജക്റ്റീവാണ് സ്മോൾ എന്നുള്ളത്. ഇതുപോലെ തന്നെ ടോൾ ബോയ്, ബിഗ് ബോയ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇനി നാം വായിച്ച ആ കോൺവെർസേഷനിൽ ഉപയോഗിച്ചിരുന്ന ആഡ്ജക്റ്റീവ്സും
അവയോടൊപ്പം ഉപയോഗിച്ചിരുന്ന നൗൺസും പ്രത്യേകമായി ഇവിടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇവ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ആഡ്ജക്റ്റീവ് ബ്ലൂ, നൗൺ മൗണ്ടൻ, ബ്ലൂ മൗണ്ടൻ, നീല നിറമുള്ള പർവ്വതം എന്നർത്ഥം വരുന്ന. ക്ലിയർ വാട്ടർ, നല്ല തെളിഞ്ഞ വെള്ളം. ബ്യൂട്ടിഫുൾ സൈറ്റ്, മനോഹരമായ കാഴ്ച. ബാഡ് ഐഡിയ, മോശമായ ഐഡിയ, മോശം ആശയം. തിക്ക് ഫോറസ്റ്റ്, നിബിഡ വനം, നല്ല ഇടതൂർന്ന വനം. ബിഗ് ഡ്രീം, വലിയ സ്വപ്നം. ഡെസേർട്ടഡ് പാത്സ്, വിജനമായ സ്ഥലം. ടോൾ ബോയ്, നല്ല ഉയരമുള്ള കുട്ടി. വെൽ ബിൽറ്റ് ബോഡി, നല്ല ആരോഗ്യമുള്ള ശരീരം. സ്ട്രോങ് ആംസ്, ശക്തമായ കരങ്ങൾ. ഗ്രേ ഐസ്, ഗ്രേ നിറത്തിലുള്ള കണ്ണുകൾ. കേളി ഹെയർ, ചുരുണ്ട മുടി. ടാൻഡ് സ്കിൻ, വെയിലുകൊണ്ട് നിറം മങ്ങിയ തൊലി. റഫ് പാംസ്, നല്ല പരുക്കൻ കരങ്ങൾ. ഇൻ്റലിജൻറ്റ് ബോയ്, ബുദ്ധിമാനായ കുട്ടി. ഈസി ടാസ്ക്, എളുപ്പമുള്ള പ്രവൃത്തി. കൂൾ വാട്ടർ, തണുത്ത വെള്ളം. പ്ലസൻറ്റ് ട്രിപ്പ്, നല്ല ആഹ്ലാദകരമായ യാത്ര. ഇതൊക്കെ വിശേഷണപദവും ആ വിശേഷണപദം വിശേഷിപ്പിക്കുന്ന നൗണുകളും അടങ്ങിയ ചാർട്ടുകളാണ്. ഇനിയുമുണ്ട് റൈപ്പ് ഫ്രൂട്ട്, പഴുത്ത പഴം. റോ ഫ്രൂട്ട്, പഴുക്കാത്ത പഴം. ബ്യൂട്ടിഫുൾ ഡ്രസ്, മനോഹരമായ ഡ്രസ്സ്. ഷാബി ഡ്രസ്, അഴുക്ക് പുരണ്ട ഡ്രസ്സ്. ക്യൂട്ട് ബോയ്, ക്യൂട്ട് ബേബി, നല്ല മനോഹരമായ കുഞ്ഞ്. അഡോറബിൾ ബേബി, ആകർഷണീയമായ കുട്ടി. ലവ്ലി ഡേ, മനോഹരമായ ദിവസം. ഫ്രൂട്ട്ഫുൾ ഡേ, ഫലവത്തായ ദിവസം. കോൾഡ് റിവർ, നല്ല തണുത്ത നദി. ഷെയ്ഡി പ്ലേസ്, നല്ല തണലുള്ള സ്ഥലം. ഇതൊക്കെ ആഡ്ജക്റ്റീവ് നൗണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി മറ്റൊരു കോൺവെർസേഷൻ. The boy in the story, How Far is the River, meets a woodcutter on his way to the river. He wants to know how far the river is, and he asks the woodcutter about it. Prepare the likely conversation between the boy and the woodcutter. നിങ്ങൾ വായിച്ച ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ദ ബോയ്. അവൻ നദിയിലേക്കുള്ള വഴിമധ്യേ ഒരു വുഡ് കട്ടർ, ഒരു മരം വെട്ടുകാരനെ കാണുന്നു. നദിയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് അവൻ അറിയണം. അക്കാര്യം വുഡ് കട്ടറോട് കുട്ടി ചോദിക്കുന്നു. അവർക്കിടയിലുണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക. ദ ബോയ്: Hello uncle, I think you can help me, can't you? Woodcutter: Sure son, what can I do for you? The boy: How far is the river? Woodcutter: 7 miles from here. Why do you want to know that? The boy: I wish to touch the cool water of the river. Woodcutter: The river is too far and the road is stony. If you walk all the way, you will be late to go back home. The boy: I am a good walker. I like the feel of warm stones and cool grass. Woodcutter: Do you have anything to eat on your way? The boy: Yes, I have a loaf of bread with me. Woodcutter: Then it's all right. All the best for your trip. The boy: Thank you. ഇത്തരത്തിലുള്ള കോൺവെർസേഷനുകൾ വായിച്ചും ശ്രദ്ധിച്ചും സ്വന്തമായി തന്നെ കോൺവെർസേഷനുകൾ എഴുതിയും വിദ്യാർത്ഥികൾ പരിശീലിക്കുക, ഭാഷാപ്രയോഗങ്ങളെ അടുത്തറിയുക. ഇനി നമുക്ക് ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫോമാറ്റ് പരിചയപ്പെടാം. ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇൻഫോർമൽ ലെറ്റർ. ഒരു ഇൻഫോർമൽ ലെറ്റർ അഥവാ ഫ്രണ്ട്ലി ലെറ്റർ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ നാം അയക്കുന്ന തരത്തിലുള്ള ലെറ്റേഴ്സ്. ഇത്തരമൊരു ലെറ്ററിൽ പ്രധാനമായും 7 ഘടകങ്ങൾ അടങ്ങിയിരിക്കും. ആദ്യം റൈറ്റേഴ്സ് അഡ്രസ്,
എഴുതുന്ന ആളുടെ അഡ്രസ്. കത്തെഴുതുന്ന പേജിന് മുകൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുവശം ചേർത്താണ് എല്ലാ ഘടകങ്ങളും എഴുതി ചേർക്കേണ്ടത്. റൈറ്റേഴ്സ് അഡ്രസ് എന്ന് പറയുമ്പോൾ അതിൽ പേര് ഉൾപ്പെടുത്തേണ്ടതില്ല. ശേഷം ഡേറ്റ്. അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ, അഭിസംബോധന ഫ്രേസ്, ഡിയർ ഫ്രണ്ട്, മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ ചേർക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളെ സുഹൃത്തുക്കളെ വിളിക്കുന്ന പേര് വളരെ ചുരുക്ക രൂപത്തിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവിന്, നിങ്ങളുടെ ബന്ധുക്കൾക്കാണ് കത്തെഴുതുന്നതെങ്കിൽ ആ രൂപത്തിൽ ഡിയർ മാം, ഡിയർ ഡാഡ്, ഡിയർ അങ്കിൾ എന്ന രൂപത്തിലൊക്കെ സല്യൂട്ടേഷൻ ഫ്രേസുകൾ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദ ലെറ്റർ. ഇവിടെയാണ് ലെറ്റർ വിശദീകരിച്ച് എഴുതുന്നത്. ഒരു ഫോമൽ ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്ററിൽ ഉള്ളതുപോലുള്ള ഒരു റെസ്ട്രിക്ഷനും നിയന്ത്രണങ്ങളും ഇവിടെയില്ല. വളരെ ഇൻഫോർമലായിട്ട് കാര്യങ്ങളെ വിശദീകരിച്ച് കുശലാന്വേഷണങ്ങൾ, തമാശകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ലെറ്റർ എഴുതാവുന്നതാണ്. ഇൻഫോർമൽ ലെറ്റേഴ്സ് ആർ ഓഫൻ ലെറ്റേഴ്സ് ടു യുവർ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. മിക്കപ്പോഴും ഇൻഫോർമൽ ലെറ്റർ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സാണ്. യു ക്യാൻ യൂസ് ഇൻഫോർമൽ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് സ്യൂട്ടബിൾ ടു എക്സ്പ്രസ് യുവർ ലവ് ആൻഡ് ഇൻറ്റിമസി. അതുകൊണ്ട് തന്നെ ഇത്തരം കത്തുകളിൽ നിങ്ങളുടെ സ്നേഹവും ഇൻറ്റിമസി, നിങ്ങളുടെ അടുപ്പവും ഒക്കെ കാണിക്കാൻ പര്യാപ്തമായ വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞാൽ കൺക്ലൂഷൻ, കൺക്ലൂഡിംഗ് ഫ്രേസ്, കത്ത് സമാപിപ്പിക്കുന്ന, അവസാനിപ്പിക്കുന്ന ഫ്രേസ്. യുവേഴ്സ് ലവിംഗ്ലി, വിത്ത് റിഗാർഡ്സ്, വിത്ത് ലവ് എന്നൊക്കെ ഉപയോഗിക്കാം. യുവേഴ്സ് ലവിംഗ്ലി എന്നെഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, യുവേഴ്സ് എന്നുള്ളത് അതൊരൊറ്റ പദമാണ്, അപ്പോസ്ട്രോഫി ചേർക്കരുത്. അത് കഴിഞ്ഞ് സൈൻ കോഡ്, സൈൻഡ്. ശേഷം ഏറ്റവും അവസാനം നെയിം ഓഫ് ദ റൈറ്റർ, എഴുതുന്ന ആളുടെ പേര്. ഒരു ലെറ്ററിൽ ഏറ്റവും അവസാന ഭാഗത്താണ് നെയിം ഓഫ് ദ റൈറ്റർ, എഴുത്തുകാരൻ്റെ പേര് ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ റൈറ്റേഴ്സ് അഡ്രസ്സിൽ പേര് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് പറയാൻ കാരണം. അങ്ങനെ ചേർത്താൽ തുടക്കത്തിലും ഒടുക്കത്തിലും എഴുത്തുകാരൻ്റെ പേര് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെടും. നൗ ഹിയർ ഈസ് എ മോഡൽ ഫ്രണ്ട്ലി ലെറ്റർ ഫോർ യു. ഒരു ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ മോഡൽ നിങ്ങൾക്കായി ഇവിടെ നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ മനസ്സിലാക്കിയ 7 ഘടകങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു ഫോമാറ്റിലായിരിക്കണം ഒരു ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ തയ്യാറാക്കേണ്ടത്. ആദ്യം റൈറ്റേഴ്സ് അഡ്രസ് വിതൗട്ട് നെയിം, അത് കഴിഞ്ഞ് ഡേറ്റ്, ശേഷം സല്യൂട്ടേഷൻ ഫ്രേസ്, പിന്നീട് ബോഡി ഓഫ് ദ ലെറ്റർ. ഇവിടെ ഈ ബോഡി ഓഫ് ദ ലെറ്റർ തുടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇറ്റ്സ് മൈ പ്ലഷർ ടു റൈറ്റ് ടു യു. ഇവിടെ ഇറ്റ്സ് എന്നുള്ളത് ഷോർട്ടൻ ചെയ്തുകൊണ്ട് ഷോർട്ട് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എന്ന് 2ആയി എഴുതിയിട്ടില്ല. ഇൻഫോർമൽ രീതികളാണിത്. നാം ഒരു ഫോമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ ഈ രീതിയിൽ ഷോർട്ട് ഫോമുകൾ എഴുതാറില്ല, എഴുതരുത്. എന്നാൽ ഇൻഫോർമൽ ലെറ്ററിൽ നാം ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞ് ബോഡി ഓഫ് ദ ലെറ്റർ സമാപിച്ച് അവസാനം കൺക്ലൂഡിംഗ് ഫ്രേസ് വിത്ത് ലവ്, അത് കഴിഞ്ഞ് സിഗ്നേച്ചർ കോഡ്, ഏറ്റവും അവസാനം റൈറ്റേഴ്സ് നെയിം. വിദ്യാർത്ഥികൾ ഈ മോഡൽ ലെറ്റർ വായിച്ചു നോക്കുക, അതിലെ വാക്കുകളും പ്രയോഗങ്ങളും പരിശീലിക്കുക. നെക്സ്റ്റ്, സ്ലോഗൻസ് ഓൺ നേച്ചർ കൺസർവേഷൻ. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏതാനും സ്ലോഗൻസ് വിദ്യാർത്ഥികൾക്ക് നേച്ചർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ, പോസ്റ്റേഴ്സ് ഇതൊക്കെ നിർമ്മിക്കാൻ സഹായകരമാകും. പ്ലാന്റ് ട്രീസ്, പ്രൊട്ടക്ട് നേച്ചർ. സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, ഗോ ഗ്രീൻ. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനനശീകരണം. ട്രീസ് പ്രൊട്ടക്ട് us, നെവർ harm us. Let rivers flow pure, make lives go sure. More slogans and posters. നേച്ചർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട്
കൂടുതൽ സ്ലോഗൻസും പോസ്റ്റേഴ്സും. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, പ്യൂരിഫൈ വാട്ടർ ബോഡീസ്, afresh the earth, do not cut trees, plant trees to protect the mother earth. Now, solution to assignments. ഈ ആദ്യ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകിയിരുന്ന അസൈൻമെൻറ്റ് ഇതായിരുന്നു. റൈറ്റ് എ ലെറ്റർ ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് അബൌട്ട് എ പ്ലേസ് യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു കത്ത് എഴുതുക. ആവശ്യപ്പെടുന്ന അസൈൻമെൻറ്റ് ഒരു ഫ്രണ്ട്ലി ലെറ്റർ തയ്യാറാക്കാനാണ്, അഥവാ ഒരു ഇൻഫോർമൽ ലെറ്റർ. ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ്, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ സന്ദർശിച്ച ഒരു സ്ഥലം, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ഇത് തന്നെ ആയിരിക്കണമെന്നില്ല, ഏതെങ്കിലും നിങ്ങളുടെ ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഇൻഫോർമൽ ലെറ്റർ തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു മോഡൽ ലെറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. അതൊരു മോഡലാക്കി വിദ്യാർത്ഥികൾ സ്വന്തമായി തന്നെ ലെറ്ററുകൾ എഴുതി പരിശീലിക്കുക. ആദ്യം, റൈറ്റേഴ്സ് അഡ്രസ് വിതൗട്ട് നെയിം. എഴുത്തുകാരൻ്റെ അഡ്രസ്, അതിൽ പേര് ഉൾപ്പെടുത്തേണ്ടതില്ല. ഗ്രീൻ വില്ലാസ്, 20th സ്ട്രീറ്റ്, കൊച്ചി എന്നുള്ള അഡ്രസ് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് വേണ്ടത് ഡേറ്റ്, 5 ജൂൺ 2021. ശേഷം സല്യൂട്ടേഷൻ ഫ്രേസ്. ഒരു ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ആകുമ്പോൾ നമ്മുടെ സ്നേഹവും നമ്മുടെ അടുപ്പവും പ്രകടമാക്കുന്ന രീതിയിൽ നമുക്ക് സല്യൂട്ടേഷൻ ഫ്രേസ് ഉപയോഗിക്കാം. ഇവിടെ സുഹൃത്തിൻ്റെ പേര് തന്നെ സ്നേഹപൂർവ്വം ഉപയോഗിച്ചിരിക്കുന്നു, ഡിയർ അശോക്. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദ ലെറ്റർ. നാം മനസ്സിലാക്കിയതാണ്, കാര്യങ്ങൾ നമുക്കിവിടെ വിശദീകരിച്ച് പറയാം, സുഖാന്വേഷണങ്ങൾ നടത്താം, അതുപോലെ തന്നെ ഷോർട്ട് ഫോമുകൾ ഉപയോഗിക്കാം. ഈ സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹൗ ആർ യു മൈ ഫ്രണ്ട്? I hope you and your family are doing well. We have enough free time these days as we are locked up in our houses. How do you spend your free time? I like to read books, spend time nursing the plants and flowers in my little garden. ഈ ആദ്യ പാസേജ് വായിച്ച് ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഷോർട്ട് ഫോമുകൾ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. At times, I think about the days we spent together with all our friends at school. How happy were those days? When can we go back to school again? We miss our teachers and friends very much. These thoughts pain me a lot. ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആശ്ചര്യ സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപയോഗിച്ചു. Ashok, do you remember once we went to the beach to enjoy the sunset? How beautiful was the evening! The beauty of the crimson horizon, the blush of the setting sun, the glowing waves of the sea, and so on. We played a lot, drew pictures in the sand only to be wiped away by the waves. We ran after crabs and collected seashells. When can we have such happy moments again? Let's hope God will help us. We will get over this pandemic period soon. Till then, we can stay safe at home. Let me conclude this letter hoping to meet you soon. Convey my regards to all in your family. ഇത്രയും ബോഡി ഓഫ് ദ ലെറ്റർ എഴുതി കഴിഞ്ഞ് നമ്മുടെ സ്നേഹവും ഇൻറ്റിമസിയും ഒക്കെ പ്രകടമാക്കുന്ന രൂപത്തിൽ കൺക്ലൂഡിംഗ് ഫ്രേസും ഉപയോഗിക്കണം. ഇതുപോലെ വിത്ത് ലവ്, അത് കഴിഞ്ഞ് സിഗ്നേച്ചർ കോഡ്, ദെൻ നെയിം ഓഫ് ദ റൈറ്റർ ഏറ്റവും അവസാനം ചേർക്കുക. ഈ സപ്ലിമെൻ്ററി മെറ്റീരിയൽ വിശദീകരിച്ച വീഡിയോ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോയിൽ വിശദീകരിച്ച നൗൺസ്, ആഡ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ നേച്ചർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട സ്ലോഗൻസ്, മോഡൽ ലെറ്റേഴ്സ്, ലെറ്റർ ഫോമാറ്റ്, ഇതൊക്കെ വിദ്യാർത്ഥികൾ അവരുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്താൽ തുടർന്ന് വരുന്ന പല അസൈൻമെൻറ്റ്സും ചെയ്യുന്നതിനും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സഹായകരമായിരിക്കും.
ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യു സ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.